റഷ്യയ്ക്ക് ഇപ്പോഴിതാ ഒരു തുറന്ന ഭീഷണിയുമായി പോളണ്ടും യുകെയും എത്തിയിരിക്കുകയാണ്. റഷ്യ ഇനി കൂടുതൽ കളിച്ചാൽ ഇനി യുദ്ധമല്ലാതെ വേറൊരു മാർഗമില്ല എന്നാണ് പോളണ്ടും യുകെയും പറഞ്ഞിരിക്കുന്നത്. അബദ്ധത്തിൽ ഡ്രോണുകൾ പോളണ്ടിലേക്ക് വരുന്നു, അബദ്ധത്തിൽ വിമാനം റൊമേനിയയിലേക്ക് കടക്കുന്നു, അബദ്ധത്തിൽ എസ്റ്റോണിയയിലേക്ക് വിമാനം കടക്കുന്നു എന്നൊക്കെയാണ് പ്രധാനമായും റഷ്യ തങ്ങളുടെ ചെയ്തികളെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി ഇങ്ങനെ അബദ്ധത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളും അബദ്ധത്തിൽ ഇത് വെടിവെച്ചിടും എന്നാണ് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് റഷ്യയ്ക്ക് ഇവർ കൊടുത്തിരിക്കുന്നത്. നാറ്റോ രാജ്യങ്ങൾ റഷ്യൻ വിമാനങ്ങൾ വെടിവെച്ചിടാൻ ഇപ്പോൾ ഉത്തരവിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി റഷ്യ ആവർത്തിച്ച് തങ്ങളുടെ വ്യോമാതിർത്തിയിൽ വിമാനങ്ങൾ പറത്തിയതിനെ തുടർന്നാണ് നാറ്റോ ഈ തീരുമാനമെടുത്തത്. ഇന്നലെ എസ്റ്റോണിയയുടെയും പോളണ്ടിൻ്റെയും വ്യോമാതിർത്തിയിൽ വിമാനങ്ങൾ പറത്തി റഷ്യ വ്യോമാതിർത്തി നിയമങ്ങൾ ലംഘിച്ചു. റഷ്യയുടെ ഈ നടപടികൾ US സുരക്ഷാ കൗൺസിലിൽ ശ്രദ്ധിക്കുകയും അവരുടെ വിമാനങ്ങൾ വെടിവെച്ചിടുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി യെവറ്റ് കൂപ്പർ ശക്തമായ വാക്കുകളിൽ റഷ്യയോട് ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങളുടെ അശ്രദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നാറ്റോയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള സായുധ ഏറ്റുമുട്ടലിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഞങ്ങളുടെ സഖ്യം പ്രതിരോധാത്മകമാണ്, പക്ഷേ ഒരു തെറ്റും ചെയ്യരുത്. നാറ്റോ വ്യോമാതിർത്തിയും നാറ്റോ പ്രദേശവും സംരക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അനുമതിയില്ലാതെ നാറ്റോ വ്യോമാതിർത്തി ലംഘിച്ചാൽ ആവശ്യമെങ്കിൽ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്താൻ ഞങ്ങൾ മടിക്കില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വെള്ളിയാഴ്ച 3 റഷ്യൻ MiG-31 യുദ്ധവിമാനങ്ങൾ അനുമതിയില്ലാതെ എസ്റ്റോണിയൻ വ്യോമാതിർത്തിയിലേക്ക് പറന്നതായി എസ്റ്റോണിയ പറഞ്ഞു. വിമാനങ്ങൾ ആകെ 12 മിനിറ്റ് എസ്റ്റോണിയൻ വ്യോമാതിർത്തിയിൽ തുടർന്നു. നാറ്റോയുടെ സന്നദ്ധതയും ദൃഢനിശ്ചയം പരീക്ഷിക്കുന്നതിനായി റഷ്യ ഈ അഭ്യാസം നടത്തി. വിമാനം 12 മിനിറ്റ് വായുവിൽ തന്നെ തുടർന്ന് പിൻവാങ്ങേണ്ടി വന്നു. വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് UN സുരക്ഷാ കൗൺസിലിൽ തിങ്കളാഴ്ച യോഗം ചേർന്ന് ഈ വിഷയം അവതരിപ്പിച്ചു. യോഗം ഇപ്പോഴും തുടരുകയാണ്. പോളണ്ടിൽ 20 ഡ്രോണുകളാണ് റഷ്യ പടർത്തിയത്. പോരാത്തതിന് പോളണ്ടിലേക്ക് പറന്ന ഈ ഡ്രോണുകൾ എല്ലാം തന്നെ പോളണ്ട് വെടിവെച്ച് വീഴ്ത്തിയെന്ന് പറഞ്ഞെങ്കിലും ചിലതൊക്കെ പോളണ്ടിനകത്തേക്ക് വീണിട്ടുണ്ട് എന്ന് നാറ്റോ പിന്നീട് സമ്മതിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.